അതുപോലെ ഉറക്കക്കുറവ്, അതുപോലെ ദേഷ്യം കൂടുതലാവുന്ന അവസ്ഥകൾ, അതുപോലെ ചിലർക്ക് വെള്ളപ്പൊക്കം, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സിംറ്റംസ് ആ ഒരു അവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട്. അതായത് ഇത്രയും കാലം ആ ഒരു ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ, അബ്രപ്റ്റഡ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ആകുന്നതിനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെർബ്സ് വഴിയും പിന്നെ നമുക്ക് യോഗ, പ്രാണായാമം ഒക്കെ പോലുള്ള കാര്യങ്ങളും വളരെയധികം സപ്പോർട്ട് ചെയ്യും. മെഡിറ്റേഷനും ഒക്കെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ് അല്ലേ. അപ്പോൾ ആ സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഈവൻ നമ്മൾ ആസ് എ വ്യക്തി നമുക്കും ഒരു കൗൺസിലിങ്, അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും, അതായത് നമ്മുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നു, മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അത് മാറ്റം വരുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ള കാര്യം നമ്മുടെ ഫാമിലിക്കും ഒരു അവയർനെസ് കൊടുത്താൽ, ഒരു കൗൺസിലിംഗ് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട്സ് കിട്ടും.